നമസ്കാരം. ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ബാലൻസിങ് പോസ്ചറുള്ള, അതായത് ലെഗ് ബാലൻസ് ഉള്ള ചെയ്യുന്ന ഒരു യോഗാസനമാണ്. അതിൻ്റെ പേര് നടരാജാസനം എന്നാണ്. ഇത് ചെയ്യാൻ പാടില്ലാത്ത ആൾക്കാർ, ഇടുപ്പെല്ലിന് പ്രശ്നമുള്ള ആൾക്കാർ ചെയ്യാൻ പാടില്ല. അതുപോലെ ഒരു രോഗമുണ്ട്, കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ കൈപ്പത്തിക്ക് മരവിപ്പ് ഉണ്ടാവുക, അതുപോലെ തന്നെ കണങ്കൈയിൽ ഇക്കിളി ഉണ്ടാവുക, കലച്ചിലായ വേദന ഉണ്ടാവുക. ഇങ്ങനെയുള്ള ആൾക്കാർ ഈ യോഗാസനം ചെയ്യരുത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ലക്ഷണമുള്ള ആൾക്കാർ അവിടെ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം അദ്ദേഹം നിർദ്ദേശിക്കുകയാണെങ്കിൽ ചെയ്യാം. അപ്പോൾ ബാലൻസിങ് പോസ്റ്ററാണ്, അതൊന്ന് കണ്ടു നോക്കുക. അതിന് ശേഷം സാധാരണ ഞാൻ പറയുന്ന പോലെ പറഞ്ഞുകൊണ്ട് ചെയ്യാം. അപ്പോൾ ഒരു ദിശയിൽ ഞാൻ ചെയ്യുന്നത് മറുദിശയിലും ചെയ്യണം. ഇത് 2 വശത്തേക്ക് 2 കാലിൻ്റെ ബാലൻസാണ് ചെയ്യുക. അപ്പോൾ ആദ്യം ഒന്ന് കണ്ടു നോക്കാം. കാലുകൾ ചേർത്ത് വെക്കുക. ഇടത് കാല് മടക്കി ഇടത് കൈ പിടിച്ചു, വലത് കൈ ചിന്മുദ്ര. അപ്പോൾ കൈ മുട്ടും മടങ്ങരുത്. ഈ വലത് കാലിൻ്റെ മുട്ടും പരമാവധി മടങ്ങാതെ ശ്രദ്ധിക്കണം. ബാലൻസിന് വേണ്ടിയിട്ട് ചിലപ്പോൾ നമുക്കത് ചെയ്യേണ്ടി വരും. അതിനുശേഷം ഞാനും മുന്നോട്ട് പോകുമ്പം ഇനി പറയത്തില്ല, കാരണം കോൺസെൻട്രേഷൻ നഷ്ടപ്പെട്ടാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇത്രയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ ഒരു കാലിൽ ബാലൻസ് നമുക്ക് കിട്ടാൻ വിഷമമുണ്ട്. അതുകൊണ്ട് ഇത് ശീലിക്കുന്ന ആൾക്കാരൊന്ന് ജസ്റ്റ് ഇങ്ങനെയൊക്കെ നിന്ന് ശീലിച്ചു നോക്കുക. ഒരു ഈ കാലിൽ വൈബ്രേഷനൊക്കെ വരും. അപ്പോൾ അത് വീണ് പോകാതെ കുറേ സമയം നിന്ന് ചെയ്ത് നോക്കുക. എന്നാലേ ചെയ്യാൻ പറ്റൂ. ഇത് ലെഗ് ബാലൻസ് ആണ്, മാത്രമല്ല കോൺസെൻട്രേഷൻ. ഇതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ നമ്മുടെ ഏകാഗ്രത വർദ്ധിക്കും എന്നുള്ളതാണ് ഒരു ഗുണം. അതുപോലെ തന്നെ നമ്മുടെ കശേരുക്കൾക്ക് നല്ല ബലം കിട്ടും. അതുപോലെ മാറിടത്തിന് വികാസം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ശ്വാസോച്ഛ്വാസം, അതുപോലെ നമ്മുടെ ശരീരത്തിലെ കോശങ്ങളിലേക്കുള്ള വായുപ്രവാഹം വർദ്ധിക്കും, ശ്വാസകോശം ശക്തിപ്പെടും. ഇത്രയും കാര്യങ്ങളാണ് ഈ യോഗാസനം കൊണ്ട്, അതായത് നടരാജാസനം കൊണ്ട് ലഭിക്കുക. ഏറ്റവും പ്രധാനം നമ്മുടെ ഏകാഗ്രത വർദ്ധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ചെയ്തു നോക്കുക, അതിൻ്റെ ഫലം സ്വയം അനുഭവിക്കുക. നന്ദി, നമസ്തേ.